നമസ്കാരം. നയന ക്രിയേഷൻസിൽ ഇന്ന് ചിക്കൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി അധികം വേണ്ട, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ചതാണ് ചേർത്തത്. ഇനി 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതിയാണ് ചേർക്കുന്നത്. അതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതി. അപ്പോൾ ഇത് പുരട്ടി വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് പുരട്ടിയാൽ മതി. ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഈ മസാല ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 വേവാവണ വരെ വറുത്തെടുക്കാം. നന്നായി ചൂടായ എണ്ണയിൽ ചിക്കൻ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ചിക്കൻ വറുക്കണ സമയത്ത് കൂടുതൽ മൊരിഞ്ഞു പോകരുത്, സോഫ്റ്റായിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് വഴന്ന് കിട്ടും. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സവാള ഇത്രയും വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പോൾ 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാല റെഡിയായി. ഇനി പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള വാഴയില നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി വാട്ടി വെച്ചിട്ടുള്ള ഇലയുടെ നടുഭാഗത്തേക്ക് ഇതേപോലെ കുറച്ച് മസാല ഒന്നിങ്ങനെ നിരത്തി കൊടുക്കാം. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ വലിയ പീസായിട്ട് വേണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഞാനിത് ഒരു ഇലയും കൂടി വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഈ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു നൂലോ അല്ലെങ്കിൽ വാഴനാരോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പൊതിയായിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒരു പരന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഓരോ പൊതികളും ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ മൂടി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് നോക്കുകയാണ്. ഇത് കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇല നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന വരെയാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ എല്ലാ പൊതികളും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായി ആയിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം കൂടി ഇതൊന്ന് തിരിച്ചു മറിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ ചിക്കൻ പൊള്ളിച്ചത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇതാ നല്ല മണം വരുന്നുണ്ട്. ഇലയുടെ മണവും മസാലയുടെയും ചിക്കൻ്റെയും ഒക്കെ മണം അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.